നിങ്ങളൊരു സെയിൽസ് പ്രൊഫഷണൽ ആണെങ്കിൽ ഒരു ചോദ്യം. നിങ്ങളുടെ കമ്പനി ഏറ്റവും പുതിയതായിട്ടൊരു ഉൽപ്പന്നം ഇറക്കിയപ്പോൾ അതെത്രത്തോളം ആവേശത്തോടെയാണ് നിങ്ങൾ കടകളിലേക്ക് കൊണ്ടുപോയത്? അതോ ആ സ്ഥിരം വിൽക്കുന്ന, എളുപ്പത്തിൽ ഓർഡർ കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റ് എടുത്ത് വേഗം ജോലി തീർക്കാൻ ശ്രമിച്ചോ? ശരിക്കും പറഞ്ഞാൽ പലരും ആ രണ്ടാമത്തെ വഴിയാകും തിരഞ്ഞെടുക്കുക. ഉം. കാരണം അത് എളുപ്പമാണ്, ഒരു സേഫ് ഗെയിം. അതെ, സുരക്ഷിതമാണ്. പക്ഷെ വിൽപ്പന രംഗത്ത് വളർച്ച അങ്ങനെ സുരക്ഷിതമായ വഴികളിലൂടെയല്ല വരുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ വളർച്ചയുടെ ഒരു താക്കോലാണ്. ഒരു ലളിതമായ ആശയം: പുതിയ ഉൽപ്പന്നങ്ങൾ എങ്ങനെ നിങ്ങളുടെ വിൽപ്പനയുടെ തലവര മാറ്റി എഴുതും. നിങ്ങൾ പറഞ്ഞ ആ സുരക്ഷിതമായ വഴിയുണ്ടല്ലോ, അതൊരു കെണിയാണ്. നമ്മളതിനൊരു കംഫർട്ട് സോൺ എന്നൊക്കെ പറയും. പക്ഷെ വിപണി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോ ആ കംഫർട്ട് സോണിൽ നിൽക്കുന്ന സെയിൽസ്മാൻ ശരിക്കും പറഞ്ഞാൽ സ്വയം അറിയാതെ പിന്നോട്ടു പോവുകയാണ്. ഉം, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ആശയം ഇതാണ്. പഴയ ഉൽപ്പന്നങ്ങൾ ഒരു കടയെ നിലനിർത്തുന്നു, എന്നാൽ പുതിയ ഉൽപ്പന്നങ്ങൾ അതാണ് ആ കടയെ വളർത്തുന്നത്. ശരിയാണ്. പ്രത്യേകിച്ച് സ്നാക്സ്, നംകീൻ പോലുള്ള വിപണികളിൽ ഇതൊരു നിയമം പോലെയാണ്. അവിടെ ഉപഭോക്താക്കളുടെ രുചി ഒരു 60 ദിവസം കൂടുമ്പോഴൊക്കെ മാറിക്കൊണ്ടിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അത്ര വേഗത്തിൽ? അതെ, ആ വേഗത തിരിച്ചറിയുന്നതിലാണ് യഥാർത്ഥ കഴിവ്. ഈ ആശയം ഒന്നുകൂടി വ്യക്തമാക്കാൻ രവി എന്നൊരു സെയിൽസ്മാന്റെ കഥ പെട്ടെന്നൊന്ന് നോക്കാം. രവി ജോലിയിൽ അത്ര മോശമൊന്നുമല്ല. കടയുടമകളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. പഴയ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ മിടുക്കനാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. കമ്പനി പുതിയതായിട്ട് എന്തിറക്കിയാലും രവി അത് എന്താ പറയാ, ശ്രദ്ധിക്കാറേയില്ല. ഓക്കെ. അയാളുടെ ലോകം ആ പഴയ സ്ഥിരം വിൽക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഒതുങ്ങി. സ്വാഭാവികമായും പതുക്കെ അയാളുടെ വിൽപ്പന കുറയാൻ തുടങ്ങി. ഒരു ദിവസം ഒരു കടയുടമ ചോദിച്ചു, രവി, നിങ്ങളുടെ കയ്യിൽ പുതിയതൊന്നുമില്ലേ? അടുത്ത കടക്കാരൻ എന്തൊക്കെയോ പുതിയ ഫ്ലേവറുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കസ്റ്റമേഴ്സ് അത് ചോദിക്കുന്നുണ്ട്. അതൊരു അപകട സൂചനയാണ്. വളരെ വ്യക്തമായ ഒരു സൂചന. അതെ, എതിരാളി നിങ്ങളുടെ മാർക്കറ്റിലേക്ക് കയറി വരുന്നു എന്നതിൻ്റെ. രവിക്ക് അവിടെ നഷ്ടമായത് ഒരു വിൽപ്പന മാത്രമല്ല, ആ കടയുടമയുടെ വിശ്വാസ്യത കൂടിയാണ്. വിപണിയിലെ പുതിയ അവസരങ്ങളെക്കുറിച്ച് തനിക്ക് വിവരം തരാത്ത ഒരാളായി രവി അവിടെ മാറുവാണ്. ശരിയാണ്. അവസാനം ഡിസ്ട്രിബ്യൂട്ടർ ഇടപെട്ട് രവിയോട് പുതിയ ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റ് എടുത്ത് കടകളിൽ കാണിക്കാൻ പറഞ്ഞു. കമ്പനി പുതിയതായി ഇറക്കിയ ഉൽപ്പന്നങ്ങളുടെ ചിത്രങ്ങൾ DMSൽ കണ്ടപ്പോൾ കടയുടമകളുടെ പ്രതികരണം രവിയെ ശരിക്കും ഞെട്ടിച്ചു. എന്തായിരുന്നു അത്? ഓ, ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നോ? എന്താ നേരത്തെ പറയാഞ്ഞത്? കുറച്ചെണ്ണം പരീക്ഷിക്കാൻ വെച്ചു നോക്കാം. കണ്ടോ, 10 ദിവസം കൊണ്ട് രവിയുടെ വിൽപ്പന ഇരട്ടിലായെന്നാണ് പറയുന്നത്. അതെ. രവിയുടെ കഥയിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. അയാളൊരു മോശം സെയിൽസ്മാൻ ആയിരുന്നില്ല. പക്ഷേ അയാളുടെ ചിന്താഗതി അത് കുറച്ച് പഴയതായി പോയിരുന്നു. കാലഹരണപ്പെട്ടുപോയിരുന്നു. അതെ. അപ്പൊ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് പുതിയ ഉൽപ്പന്നങ്ങൾ ഒരു സെയിൽസ്മാന്റെ കരിയറിൽ ഇത്ര നിർണായകമാകുന്നത്? നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു 4 പ്രധാന കാരണങ്ങളുണ്ട്. അതിലാദ്യത്തേത് ഉപഭോക്താവിന്റെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. അവർക്ക് എപ്പോഴും വൈവിധ്യം വേണം. തീർച്ചയായും. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. പുതിയ ട്രെൻഡുകൾ, പുതിയ രുചികൾ, പുതിയ പാക്കേജിംഗ്, ഇതൊക്കെ ആളുകൾ എപ്പോഴും കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 60 ദിവസത്തിൽ രുചി മാറും എന്ന കണക്കില്ലേ, ഉണ്ട്. അതൊരു പക്ഷേ ഇപ്പൊ 30 ദിവസമായി ചുരുങ്ങിയിട്ടുണ്ടാകും. അത്രയുള്ളൂ. ഒരു കടയിൽ ചെല്ലുമ്പോൾ അപ്പോഴും ഒരേ സാധനങ്ങൾ മാത്രം കാണുന്നത് ഒരു ഉപഭോക്താവിന് മടുപ്പുണ്ടാക്കും. അവർ പുതുമ തേടി വേറെ കടയിലേക്ക് പോകും. ഈ ഒരു ചെറിയ കാര്യം മനസ്സിലാക്കിയാൽ മതി, ഒരു പുതിയ ഉൽപ്പന്നം കടയുടമയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ രണ്ടാമത്തെ കാരണം കടയുടമയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അവർക്ക് മത്സരത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കണം. തീർച്ചയായും. തന്റെ തൊട്ടടുത്തുള്ള കടയിൽ കിട്ടാത്തൊരു സാധനം സ്വന്തം കടയിൽ വെക്കുന്നത് ഒരു വ്യാപാരിക്ക് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ്, അല്ലേ? വളരെ വലുതാണ്. ആ കടയിൽ പോയാൽ എന്തെങ്കിലും പുതിയത് കാണും എന്നൊരു പേര് വീണാൽ അത് ആ കടയുടെ ഒരു ബ്രാൻഡ് ഇമേജായി മാറും. ശരിയാണ്. നിങ്ങൾ ഈ വിഷയത്തെ മറ്റൊരു രീതിയിൽ സമീപിക്കണം. നിങ്ങൾ ഒരു സെയിൽസ്മാൻ എന്നതിലുപരി ആ വ്യാപാരിയുടെ ഒരു ബിസിനസ് കൺസൾട്ടന്റായി മാറുകയാണ് അവിടെ. ഓക്കെ. കൊടുക്കുന്നത് ഒരു ഉൽപ്പന്നമല്ല, അതൊരു ബിസിനസ് തന്ത്രമാണ്. അതൊരു നല്ല പോയിന്റാണ്. പക്ഷെ ഇവിടെ ഒരു വെല്ലുവിളിയുണ്ട്. എന്താണത്? എല്ലാ വ്യാപാരികളും ഈ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. ഇത് വിറ്റുപോയില്ലെങ്കിലോ എന്നൊരു പേടി അവർക്കുണ്ടാകും. സ്വാഭാവികമാണ്. ആ ഭയത്തെ എങ്ങനെ മറികടക്കാം എന്നതിലാണ് ഒരു നല്ല സെയിൽസ്മാന്റെ കഴിവ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് അതിലേക്ക് വഴിയെ വരാം. ഇനി മൂന്നാമത്തെ കാരണം. ഇത് കമ്പനിയുമായി ബന്ധപ്പെട്ടതാണ്.
ഒരു പുതിയ ഉൽപ്പന്നമെന്നത് കമ്പനിയുടെ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ നീണ്ട ഗവേഷണത്തിന്റെ ഫലമാണ്. ഒരുപാട് നിക്ഷേപത്തിന്റെയും. അതെ, ലക്ഷക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ടാകും. അവർ വിപണിയിലെ ട്രെൻഡുകൾ പഠിക്കുന്നു, ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ തേടുന്നു, ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നു. ഈ കഠിനാധ്വാനത്തെ അവസാന ഉപഭോക്താവിന്റെ കൈയിലേക്കെത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണ് നിങ്ങളാണ്. പലരും മറന്നുപോകുന്നൊരു യാഥാർത്ഥ്യമാണിത്. ഒരു സെയിൽസ്മാൻ ആ ഉൽപ്പന്നത്തെ വിപണിയിലെത്തിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആ കമ്പനിയുടെ മുഴുവൻ പ്രയത്നവും പാഴായിപ്പോകും. ശരിയാണ്. നിങ്ങൾ കമ്പനിയുടെ ഗവേഷണ വിഭാഗവും ഉപഭോക്താവും തമ്മിലുള്ളൊരു പാലമാണ്. ആ പാലം ദുർബലമായാൽ ഒരു മികച്ച ഉൽപ്പന്നം പോലും വിപണി കാണാതെ പോകും. ഇനി നാലാമത്തെ കാരണം, ഒരുപക്ഷേ എല്ലാവർക്കും ഏറ്റവും താൽപ്പര്യമുള്ളത്. പുതിയ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നു. അതെ. ഇത് വളരെ ലളിതമായ ഒരു കണക്കാണ്. നിങ്ങളുടെ കയ്യിൽ 10 ഉൽപ്പന്നങ്ങൾക്ക് പകരം 15 വിൽക്കാനുണ്ടെങ്കിൽ ഓരോ കടയിൽ നിന്നും കിട്ടുന്ന ഓർഡറിന്റെ വലുപ്പം കൂടും. കൂടുതൽ ഓർഡറുകൾ എന്നാൽ കൂടുതൽ വിൽപ്പന. കൂടുതൽ വിൽപ്പന എന്നാൽ കൂടുതൽ ഇൻസെന്റീവ്. ഇത് നിങ്ങളുടെ പോക്കറ്റിൽ നേരിട്ട് വരുന്ന പണമാണ്. ഈ 4 കാരണങ്ങളും ഒരു ചങ്ങനയിലെ കണ്ണികൾ പോലെയാണ്. പുതുമ ഇഷ്ടപ്പെടുന്ന ഉപഭോക്താവ്, മത്സരത്തിൽ മുന്നേറുന്ന വ്യാപാരി, അതെ, തങ്ങളുടെ ഗവേഷണം ഫലം കാണുന്ന കമ്പനി, വരുമാനം കൂടുന്ന സെയിൽസ്മാൻ. ഇതൊരു വിൻ 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 സാഹചര്യമാണ്. എല്ലാവർക്കും നേട്ടം. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുല ഉണ്ടല്ലേ? അതെ. പഴയ ഉൽപ്പന്നങ്ങൾ കടയെ നിലനിർത്തുന്നു, പുതിയവ വളർത്തുന്നു. ഒരു മികച്ച സെയിൽസ്മാൻ രണ്ടും ഒരുപോലെ വിൽക്കണം. ആ സന്തുലിതാവസ്ഥ, അത് പ്രധാനമാണ്. വളരെ പ്രധാനം. പുതിയതിന്റെ പിന്നാലെ പോകുമ്പോൾ പഴയതിനെ മറക്കരുത്. കാരണം പഴയ ഉൽപ്പന്നങ്ങളാണ് കടയുടെ ദൈനംദിന കച്ചവടത്തിന്റെ നട്ടെല്ല്. ശരിയാണ്. എന്നാൽ ഈ കാരണങ്ങളെല്ലാം കേൾക്കുമ്പോൾ എനിക്കൊരു സംശയം. എന്താണ്? ഇതെല്ലാം ശരിയാണ്, പക്ഷെ തിരക്കിട്ട് നിൽക്കുന്ന ഒരു കടയുടമയുടെ മുന്നിൽ ചെന്ന് ഇതെങ്ങനെ അവതരിപ്പിക്കും? അവിടെയല്ലേ യഥാർത്ഥ വെല്ലുവിളി? വളരെ ശരിയായ ചോദ്യം. ആശയം മാത്രം പോരല്ലോ, അതെങ്ങനെ നടപ്പിലാക്കണം എന്നതിലാണ് കാര്യം. അതിന് വളരെ ചിട്ടയായ പ്രായോഗികമായ 6 ഘട്ടങ്ങളുണ്ട്. ഇത് കൃത്യമായി പിന്തുടർന്നാൽ ഒരു പുതിയ ഉൽപ്പന്നം വിൽക്കുന്നത് വളരെ എളുപ്പമാകും. അപ്പോൾ എന്താണ് ആ 6 ഘട്ടങ്ങൾ? നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തെ ഘട്ടം. ഘട്ടം 1. വ്യാപാരിയുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ DMS തുറക്കുക. DMS, അതായത് ആ ടാബ്ലറ്റോ ഫോണോ? അതെ, ഓർഡറുകൾ രേഖപ്പെടുത്താനും സ്റ്റോക്ക് വിവരങ്ങൾ അറിയാനുമൊക്കെയുള്ള നിങ്ങളുടെ സോഫ്റ്റ്വെയർ. ഒരു കടലാസ് ലിസ്റ്റ് കാണിക്കുന്നതിനേക്കാൾ നിങ്ങൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു എന്ന് കാണുന്നത് തന്നെ വ്യാപാരിക്ക് നിങ്ങളൊരു മതിപ്പുണ്ടാക്കും. അതൊരു പ്രൊഫഷണൽ ലുക്ക് കൊടുക്കും. അതെ, നിങ്ങളൊരു ആധുനിക സെയിൽസ്മാനാണ് എന്നൊരു സന്ദേശം അത് നൽകുന്നു. ഓക്കെ, അപ്പൊ DMS തുറന്നു. അടുത്തത്. ഘട്ടം 2. ഉൽപ്പന്നത്തിന്റെ നല്ല ആകർഷകമായ ചിത്രങ്ങൾ കാണിക്കുക. ഒരു ചിത്രം 1000 വാക്കുകളേക്കാൾ ശക്തമാണ് എന്ന് പറയുന്നത് വെറുതെയല്ലല്ലോ. പ്രത്യേകിച്ച് സ്നാക്സ് പോലുള്ള ഉൽപ്പന്നങ്ങളിൽ അതിന്റെ പാക്കേജിംഗ് വളരെ പ്രധാനമാണ്. തീർച്ചയായും. ആ നിറവും ഡിസൈനുമാണ് ആദ്യം ഉപഭോക്താവിനെ ആകർഷിക്കുക. ആ ആകർഷണം ആദ്യം വ്യാപാരിക്ക് തോന്നണം. ശരിയാണ്. ഡിജിറ്റൽ കാറ്റലോഗിന്റെ ഗുണം അതാണ്. നിങ്ങൾക്ക് സൂം ചെയ്ത് പാക്കേജിംഗിലെ ചെറിയ വിവരങ്ങൾ പോലും കാണിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഘട്ടം. ഉൽപ്പന്നത്തെക്കുറിച്ച് ഒരു കഥ പറയുക. അതിന്റെ ഫ്ലേവർ, രുചി, ഉപഭോക്താക്കൾക്കിടയിൽ അതിനുള്ള ഡിമാൻഡ്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി പറയുക. ഇതൊരു പുതിയ ചിപ്സാണ് എന്നു പറയുന്നതിന് പകരം എങ്ങനെ പറയാം? സർ, ഇത് പുതിയ ടാങ്കോ ടൊമാറ്റോ ഫ്ലേവറാണ്. ചെറുപ്പക്കാർക്കിടയിൽ ഇപ്പോൾ ഇത്തരം സ്പൈസി ടാങ്കി ഫ്ലേവറുകളാണ് ട്രെൻഡ്. കോളേജ് പരിസരത്തുള്ള കടകളിലൊക്കെ ഇത് പെട്ടെന്ന് തീരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു ജീവൻ വയ്ക്കും. നിങ്ങൾ അവിടെ ചെയ്യുന്നത് ആ ഉൽപ്പന്നത്തിനൊരു വ്യക്തിത്വം നൽകുകയാണ്. ആരാണിത് വാങ്ങാൻ സാധ്യത, എങ്ങനെയുള്ള രുചിയാണിതിന് എന്നൊക്കെ പറയുമ്പോൾ വ്യാപാരിക്കത് തന്റെ ഉപഭോക്താക്കളുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയും. ശരിയാണ്. അയാൾ മനസ്സിൽ ആ വിൽപ്പന അപ്പോൾ തന്നെ നടത്തിക്കഴിഞ്ഞിരിക്കും. അടുത്തത് പണത്തിന്റെ കാര്യമാണ്. ഘട്ടം 4. വ്യാപാരിക്ക് ലഭിക്കുന്ന മാർജിൻ അല്ലെങ്കിൽ സ്കീമിനെക്കുറിച്ച് കൃത്യമായി വിശദീകരിക്കുക. അതെ, ഇത് വിറ്റാൽ എനിക്കെന്ത് കിട്ടും? ആ ചോദ്യം എല്ലാ വ്യാപാരിയുടെയും മനസ്സിലുണ്ട്. അതിന് വ്യക്തമായ ഉത്തരം നൽകണം. ഇവിടെ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിക്കാം. എന്താണത്? വെറുതെ 20% മാർജിൻ കിട്ടും എന്ന് പറയുന്നതിന് പകരം ഇതിന്റെ ഒരു പാക്കറ്റ് വിറ്റാൽ നിങ്ങൾക്ക് 5 രൂപ ലാഭം കിട്ടും. ഒരു ദിവസം 10 പാക്കറ്റ് വിറ്റാൽ പോലും 50 രൂപയായി. ഒരു മാസം 1500 രൂപയുടെ അധിക കച്ചവടം. ഓ, അങ്ങനെ കണക്ക് കൂട്ടി കാണിക്കുന്നത് കൂടുതൽ ഫലപ്രദമാവും. ലാഭം ശതമാനത്തിൽ കാണുന്നതിനേക്കാൾ രൂപയുടെ കണക്കിൽ കാണുമ്പോഴാണ് അതിന്റെ മൂല്യം കൂടുന്നത്. അത് വളരെ നല്ലൊരു പോയിന്റാണ്.
ഇനി അഞ്ചാമത്തെ ഘട്ടം. ഒരുപക്ഷേ ഇതിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഘട്ടം ഇതാണെന്ന് തോന്നുന്നു. ഏതാണ്? എല്ലാം വിശദീകരിച്ച ശേഷം ഇങ്ങനെ ചോദിക്കുക: സർ, പരീക്ഷിക്കുന്നതിനായി ഓരോന്നിന്റെയും 2 പീസ് വീതം നൽകട്ടെ. ഈ ചോദ്യം ഒരു മാന്ത്രിക വടി പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതെന്താ അങ്ങനെ? എത്ര പെട്ടി വേണം എന്ന വലിയ ചോദ്യം ചോദിച്ച് നിങ്ങൾ വ്യാപാരിയെ സമ്മർദ്ദത്തിലാക്കുന്നില്ല. പകരം 2 പീസ് എന്ന വളരെ ചെറിയ റിസ്ക് ഇല്ലാത്തൊരു ഓഫറാണ് മുന്നോട്ട് വെക്കുന്നത്. ശരിയാണ്. ഒരു വലിയ ഇല്ല എന്ന് പറയാനുള്ള സാധ്യത നിങ്ങൾ അവിടെ ഇല്ലാതാക്കുകയാണ്. 2 പീസല്ലേ, വെച്ചു നോക്കാം, പോയാൽ 2 പീസിന്റെ കാശല്ലേ പോകൂ എന്ന് വ്യാപാരി ചിന്തിക്കും. ഇത് വിൽപ്പനയിലേക്കുള്ള വാതിൽ തുറന്നിടുന്നു. അതെ. പക്ഷേ ചിലപ്പോൾ വ്യാപാരി ഈ ചെറിയ ഓഫർ പോലും നിരസിച്ചേക്കാം. വേണ്ട, ഇവിടെ ഇപ്പോൾ തന്നെ വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? നല്ല ചോദ്യം. അതാണ് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ്. അപ്പോൾ നിങ്ങൾ പറയേണ്ടത്: സർ, ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ഷെൽഫ് സ്പേസ് വിലപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ 2 പീസ് മാത്രം പറയുന്നത്. ഇത് നിങ്ങളുടെ കൗണ്ടറിലൊന്ന് വെച്ചു നോക്കൂ. പുതിയ സാധനം കാണുമ്പോൾ ആളുകൾ എടുത്തു നോക്കും. 2 ദിവസം കൊണ്ട് ഇത് തീർന്നില്ലെങ്കിൽ അടുത്ത തവണ വരുമ്പോൾ ഞാനിത് തിരിച്ചെടുത്തോളാം. കൊള്ളാം. ഇവിടെ നിങ്ങൾ ആ റിസ്ക് മുഴുവൻ നിങ്ങളുടെ തലയിലേക്ക് എടുക്കുകയാണ്. ഓക്കെ. 99% വ്യാപാരികളും ഈ ഗ്യാരണ്ടിക്ക് മുന്നിൽ സമ്മതിക്കും. മികച്ചത്. ഇനി അവസാനത്തെ 6ാമത്തെ ഘട്ടം. ഓർഡർ എടുത്താൽ അത് വ്യാപാരിയുടെ മുന്നിൽ വെച്ച് തന്നെ DMSൽ രേഖപ്പെടുത്തുക. അതെ, അത് നിങ്ങളുടെ കാര്യക്ഷമതയും പ്രൊഫഷണലിസവും ഒന്നുകൂടി ഉറപ്പിക്കുന്നു. സംസാരം കഴിഞ്ഞു, ഓർഡർ ഉറപ്പിച്ചു എന്നതിന്റെ ഒരു ഡിജിറ്റൽ കൈകൊടുത്തലാണത്. അതെ, ഈ 6 ഘട്ടങ്ങളും ചേരുമ്പോൾ നിങ്ങളുടെ വിൽപ്പന രീതി വളരെ ചിട്ടയുള്ളതും ശക്തവുമാകുന്നു. ഇത് കേവലം ഉൽപ്പന്നം വിൽക്കലല്ല, മറിച്ച് വ്യാപാരിയുമായി ഒരു വിശ്വാസബന്ധം സ്ഥാപിക്കലാണ്. ശരിയാണ്. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകി കുറഞ്ഞ റിസ്കിലുള്ള ഒരു ഓഫർ മുന്നോട്ട് വെച്ച് ഒരു ഗ്യാരണ്ടി കൂടി നൽകുമ്പോൾ നിങ്ങളെ നിരസിക്കാൻ ഒരു വ്യാപാരിക്കും എളുപ്പത്തിൽ സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയുടെ കാതലിതാണ്: പുതിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന ഒരു സെയിൽസ്മാൻ വ്യാപാരിയുടെ പ്രിയപ്പെട്ടവനായി മാറുന്നു. അതെ. കാരണം നിങ്ങൾ കച്ചവടമുണ്ടാക്കുകയാണ്, വെറുതെ ഓർഡർ എടുക്കുകയല്ല. ഇതിന് ഞാൻ മറ്റൊരു രീതിയിൽ പറയാം. പറയൂ. നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. നിങ്ങൾ ഓർഡർ എടുക്കുന്ന ആളല്ല, മറിച്ച് ആ വ്യാപാരിക്ക് പുതിയ അവസരങ്ങൾ കൊണ്ടുവരുന്ന ഒരു ബിസിനസ് പങ്കാളിയാണ്. വിപണിയിലെ പുതിയ ട്രെൻഡുകളെക്കുറിച്ചുള്ള അറിവ് നൽകുന്ന ഒരാളായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കുന്നു. പിന്നീട് നിങ്ങൾ ചെല്ലുമ്പോൾ വ്യാപാരി നിങ്ങളെ കാണുന്നത് ഒരു സപ്ലയറായിട്ടായിരിക്കില്ല, മറിച്ച് തന്റെ ബിസിനസ് വളർത്താൻ സഹായിക്കുന്ന ഒരു ഉപദേശകനായിട്ടായിരിക്കും. ആ ഒരു തലത്തിലേക്ക് ഉയരുമ്പോഴാണ് നിങ്ങളൊരു സെയിൽസ്മാനിൽ നിന്ന് ഒരു സെയിൽസ് പ്രൊഫഷണലായി മാറുന്നത്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കേൾക്കുന്നവർക്കു വേണ്ടി ഒരു ചിന്ത. നിങ്ങളുടെ കമ്പനി അടുത്തതായി പുറത്തിറക്കാൻ പോകുന്ന പുതിയ ഉൽപ്പന്നം ഏതാണ്? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാമോ? അതിലുപരി ആ പുതിയ ഉൽപ്പന്നം നിങ്ങളുടെ കയ്യിലുള്ള ഓരോ വ്യാപാരിയുടെയും ബിസിനസ്സിനെ എങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിൽ സഹായിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത്, ഒരു കോളേജിനടുത്തുള്ള കടക്കാരന് അത് വിൽക്കുന്ന രീതിയിലായിരിക്കില്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള കടക്കാരന് വിൽക്കേണ്ടത്. ഓരോ കടയ്ക്കും വേണ്ടി ആ ഉൽപ്പന്നത്തിന്റെ കഥ മാറ്റിയെഴുതാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരുപക്ഷേ ആ ഉത്തരത്തിലാവാം നിങ്ങളുടെ അടുത്ത വലിയ വിൽപ്പനയുടെ തുടക്കം.